കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച സമുന്നതനായിട്ടുള്ള സഖാവ് SRP ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ ഓർക്കാറുണ്ട് VS ഉണ്ടായിരുന്നെങ്കിലെന്ന്. ചില പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കഴിഞ്ഞൊരു വർഷക്കാലത്തിനെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളും ഒക്കെ വരുമ്പോൾ ചില സന്ദർഭങ്ങളെങ്കിലും നമ്മൾ അറിയാതെ ഓർത്തു പോകാറുണ്ട്. VS ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. VS ആ പ്രശ്നത്തിൽ ഒരു നിലപാട് പറഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയമാകെ മാറി മറിയുമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്നതായിട്ടുള്ള ഘട്ടങ്ങൾ നമ്മുടെ കഴിഞ്ഞൊരു വർഷക്കാലത്ത് നമ്മുടെ ജീവിതത്തിനിടയിൽ, രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പലപ്പോഴും അനുഭവവേദ്യമായിട്ടുണ്ട്. VSനെ അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ നമ്മളിന്ന് സ്മരിക്കുമ്പോൾ ഇവിടെ സഖാവ് പറഞ്ഞതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും വലിയൊരു നിര നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ അന്നത്തേതിനേക്കാൾ അന്നൊക്കെ കുറച്ചൊക്കെ നേരായിട്ടുള്ള ആക്രമണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളാകെ യോജിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടിത ആക്രമണം നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും അതിനുശേഷം 2026 വരെയുള്ള ദീർഘകാലത്തെ നമ്മുടെ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം അത് തന്നെയാണ്. കനത്ത വെല്ലുവിളികളെയും കനത്ത ആക്രമണങ്ങളെയും നമ്മുടെ മഹത്തായിട്ടുള്ള പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ 2026 നടന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. 2026 തെരഞ്ഞെടുപ്പ് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി, ഈ ലോകകപ്പിൽ അർജന്റീന നന്നായിട്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച പോലെയാണ്. ലോകമാകെ പ്രതീക്ഷിച്ചല്ലോ അർജന്റീന നിശ്ചയമായിട്ട് വിജയിക്കും. പലരും 3-1 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കനത്ത പരാജയം അർജന്റീനയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതുപോലെയാണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല 2026 നമുക്ക് ഇങ്ങനൊരു പരാജയം ഉണ്ടാകുന്ന കാര്യം. ഒരു പരാജയം ഉണ്ടാകണമെങ്കിൽ അതിന് മതിയായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവണം. ഗവൺമെന്റിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായിട്ടുള്ള വികാരം ഉണ്ടാകണമല്ലോ. അതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അമിത പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ പ്രവർത്തകന്മാരെല്ലാവരും. വികസന രംഗത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 7 പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിനിടയിൽ നടത്തിയത്. 10 വർഷക്കാലം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ വിസ്മയകരമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ 10 വർഷങ്ങളാണ്. ആർക്കും നമ്മെ കുറ്റപ്പെടുത്താൻ സാധിച്ചിരുന്നില്ലെന്നുള്ളതാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന, നടക്കില്ല എന്ന് കരുതിയ വൻ പദ്ധതികൾക്ക് തന്നെ ആ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്കൊന്നും അന്യമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് സാധിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഏതാണ്ട് ഒരു വർഷക്കാലത്തിലധികം നീണ്ടുനിന്ന വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സമരം. SRPയും ആ സമരകേന്ദ്രത്തിൽ പല സന്ദർഭങ്ങളിലും വന്നുപോയിട്ടുണ്ട്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, പഴയ മുഖ്യമന്ത്രി, അദ്ദേഹമായിരുന്നു വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ, നമ്മുടെ പാർട്ടി തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്, നടത്തിയ സുദീർഘമായിട്ടുള്ള സമരം. ആ സമരത്തിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഫലമായിരുന്നു 2016 ഗവൺമെന്റിന്റെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. ഇങ്ങനൊരു ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം പദ്ധതി വരില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാവില്ല. വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന ശിലയായി ഭാവിയിൽ മാറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ തന്നെ ആ മാറ്റം ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ആ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യമായിരുന്നാൽ, ദേശീയപാത നിർമ്മാണത്തിന്റെ കാര്യമായിരുന്നാൽ, എണ്ണമറ്റ
ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയല്ല. നമ്മളെല്ലാം ധാരാളമായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഓർമ്മിപ്പിച്ചു എന്നുള്ള മാതൃകയാണ്. ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. പിണറായി വിജയൻ എന്ന കരുത്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നില്ല എങ്കിൽ ഈ നിലച്ചുപോയ ഒരു പദ്ധതിയും പുനരുജ്ജീവനം നേടുമായിരുന്നില്ല എന്ന് ഉറപ്പുള്ളവരാണ് മലയാളികളായിട്ടുള്ള എല്ലാവരും. ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വൻപിച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നൊരു കാലമുണ്ടായിട്ടുണ്ടോ? 85-90 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ കുടുംബങ്ങളിൽ ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കൈകൾ എത്താത്തതായിട്ടുള്ള ഒരു ഭവനം പോലും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ആ നിലയിലുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ ഈ കൊച്ചു കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി 10 വർഷക്കാലം നടത്തിയ തീവ്രമായിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് ബോധ്യമുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ മേഖലയിൽ, അങ്ങനെ നാനാ മേഖലകളിലും ഇങ്ങനെ നേട്ടങ്ങൾ കൈവരിച്ചൊരു ഗവൺമെന്റിനെ ഉപേക്ഷിക്കാൻ ജനങ്ങൾ തയ്യാറാക്കുമോ? ഇതായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ചിന്ത. നമ്മൾ പ്രവർത്തിച്ചില്ലേലും കുഴപ്പമില്ല, ആളുകൾ വോട്ട് ചെയ്തോളും. കാരണം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ചിന്തയോടുകൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ടത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ഏകോപനം അത് എത്രമാത്രം വലുതായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബോധ്യമായത്, നമുക്ക് മനസ്സിലായി. ജാതിമത ശക്തികൾ ഏതാണ്ട് 57 ഒന്നാമത്തെ ഗവൺമെന്റിനെതിരെ 59 നടന്ന വിമോചന സമരകാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് അന്ന് വടിയും വാളും കയ്യിൽ കിട്ടിയ ആയുധവുമായിട്ട് അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയെങ്കിൽ ഇന്ന് തെരുവിലിറങ്ങാതെ കേരളത്തിലെ എല്ലാ ജാതിമത ശക്തികളെയും കൂട്ടുപിടിച്ച്, യാഥാസ്ഥിതിക വിഭാഗങ്ങളെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ നിശബ്ദമായിട്ടുള്ള ഒരു പരിശ്രമം നടത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാകും. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷം കേരളത്തിൽ നമ്മൾ കൈവരിച്ച മഹത്തായിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും നന്മകളെയും തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം വളരെ കുറഞ്ഞ കാലത്തിനകത്ത് നടക്കുകയാണ്. ഏതെല്ലാം കാര്യങ്ങളാണ്, അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ നന്മകളെയും ഉന്മൂലനം ചെയ്യണം, അതാണ് ഗവൺമെന്റ് ലക്ഷ്യം എന്ന് പറയും. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ എത്രയോ വർഷക്കാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഹൃദയപൂർവ്വം പദ്ധതി പോലും അനുവദിക്കില്ല എന്ന് പറയുന്ന ഔദ്ധത്യത്തിലേക്ക്, അഹങ്കാരത്തിലേക്ക് ഒരു ഗവൺമെന്റ് മാറുകയാണ്. ഞങ്ങൾ അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. ഇയാളുടെ അനുവാദത്തോടു കൂടിയാണോ ഡിവൈഎഫ്ഐ ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത്? കോടിക്കണക്കായിട്ടുള്ള മക്കൾക്ക് അന്നം കഴിഞ്ഞ ഒരു ദശവർഷക്കാലത്തിനിടയിൽ ഡിവൈഎഫ്ഐ നൽകിയത്. അത് നൽകാൻ ഈ പറഞ്ഞ മാന്യനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അവർ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ബഹുജന പ്രസ്ഥാനത്തിനോ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? വയനാട് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ദുരന്തബാധിതരെ സഹായിക്കാനെന്നുള്ള പേരിൽ കോടികൾ പിരിച്ച് അതുമായി കടന്നുകളഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പാരമ്പര്യമല്ല ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കുള്ളത്. 20 കോടി രൂപയാണ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ല, വീടുകളിൽ പോയി അവിടെയുള്ള സാധനങ്ങൾ എടുത്ത്, അവർ ഉപേക്ഷിച്ച സാധനങ്ങൾ എടുത്ത് അതുകൊണ്ടുപോയി വിൽപ്പന നടത്തി, സ്വന്തം അധ്വാനം വിറ്റ് അങ്ങനെയൊക്കെ സമാഹരിച്ചതാണ് 20 കോടി രൂപ. ഡിവൈഎഫ്ഐ വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി കൊടുത്ത 20 കോടി രൂപ എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ സാധിക്കുമോ? മുരളീധരന്റെ പാർട്ടിക്ക്, യൂത്ത് കോൺഗ്രസിന് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു സന്നദ്ധ പ്രസ്ഥാനത്തെ, ഒരു സമര സംഘടനയെ, കേരളത്തിന്റെ യുവാക്കളുടെ വികാരമായി മാറിയ ഒരു മഹത്തായിട്ടുള്ള പ്രസ്ഥാനം നടത്തുന്ന സേവന പ്രവർത്തനത്തെ അനുവദിക്കില്ല എന്ന അഹങ്കാരം അത് പറയാൻ വരെ തയ്യാറായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തും പറയും, എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള മട്ടിലാണ്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഇത്തരം അനീതികൾ എവിടെ ഉയർന്നു വന്നാലും ആ നീതിക്കെതിരെ പടവാളുമായി ആരോഗ്യത്തെ മറന്ന് ഓടിയെത്തുന്ന സഖാവ് VS-നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ കാണാം, അത് നമ്മുടെ ഓർമ്മകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്.
എവിടെ